ഹലോ ഫ്രണ്ട്സ്, വനു ഗ്ലോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഒരു ഈസി പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പുഡിങ്ങുമാണ്. ഏത് ഗസ്റ്റ് വന്നു കഴിഞ്ഞാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം. ഇതിന് വേണ്ടി ചേരുവകളാണ്: ചൈന ഗ്രാസ് 10 ഗ്രാം വേണം, പിന്നെ 1/2 ലിറ്റർ പാല് വേണം, മിൽക്ക് മെയ്ഡ് വേണം, പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ റോസ് മിക്സിൻ്റെ ഒരു ഫ്ലേവറാണ്. പിന്നെ പഞ്ചസാര, പിന്നെ നമുക്കിഷ്ടമുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും. ഞാനത് പല പുഡിങ്ങിനും മാറ്റി മാറ്റി ഓരോ ഡെക്കറേഷൻ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ചൈന ഗ്രാസ് പൊട്ടിച്ച് നമ്മൾ കുതിർത്താൻ വെക്കണം. ഇത് പിച്ചി ഇട്ടാൽ മതി കുതിരാനായിട്ട്. പിച്ചി ഇടുമ്പോൾ അത് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഇത് കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചൈന ഗ്രാസ് കുതിർത്താൻ വെച്ചു. ഇനി അത് കുതിർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് പാലപ്പോഴത്തേക്കും കാച്ചി എടുക്കാം. 1/2 ലിറ്റർ പാലാണിത്. ായിട്ട് വെച്ചു. ഇനി അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. കാരണം മിൽക്ക് മെയ്ഡിന് നല്ല മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അധികം പഞ്ചസാര വേണ്ട. അതിൻ്റെ കൂടെ ചൈന ഗ്രാസും വെള്ളവും കൂടെ ഒരുവിധം കുതിർന്നു. ഇനിയിപ്പോൾ അതൊന്നുകൂടെ ഉരുക്കി ശരിക്കും നല്ലതായിട്ട് ഉരുക്കി വരണം. അതൊരു ട്രാൻസ്പെറൻറ്റ് കളറായി വരും. നന്നായിട്ട് ഉരുക്കി വന്നു കഴിയുമ്പോഴാണ് മിക്സ് തിളച്ചു. അപ്പോൾ അതിനകത്തേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുകയാണ്. മിൽക്ക് മെയ്ഡും കൂടെ നന്നായിട്ട് യോജിച്ച് നന്നായിട്ട് ഇച്ചിരി കുറുകി വരുന്നുണ്ട്. പുറത്ത് ചൈന ഗ്രാസ് എല്ലാം ഉരുകി നല്ല കറക്റ്റായിട്ട് വന്നു. ചൈന ഗ്രാസ് ഈ പാലും മിൽക്ക് മെയ്ഡും ഉള്ള മിക്സിലേക്ക് ഒഴിക്കണം. അത് ചിലപ്പോൾ കട്ട പോലെ വരും. അപ്പോൾ അതുകൊണ്ട് അരിച്ചൊഴിക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് വരും. അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ കട്ടകൾ വരും. ശേഷം ഞാൻ ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി കളർ ഫ്ലേവറാണ്, റോസ് ഫ്ലേവറാണ്. നന്നായിട്ട് ഇത് തണുത്തിട്ട് ചെറു ചൂടിനെ എന്തെങ്കിലും ബൗളിലോ ഏത് ഷേപ്പോ നമുക്ക് വേണ്ട വെച്ചാൽ ആ ഷേപ്പുള്ള പാത്രത്തിൽ ഒഴിച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും. എന്നിട്ട് പിന്നെ കഴിക്കാം. ഇനി ഇതിപ്പോൾ രാത്രി വെക്കുകയാണെങ്കിൽ അത്രയും നന്നായിട്ട് ഇരിക്കും. ഇതിൻ്റെ മേളിൽ പിന്നെ ഡെക്കറേഷൻ ചെയ്യാനുള്ളത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ഒന്ന് തണുത്തിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്.
പുഡിങ് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ.